PR വർക്കാണ് ഈ ചെയ്യുന്നത്. ഗവൺമെന്റ് ചെയ്തതും ചെയ്യാത്തതുമായ, അതായത് ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വികസനം എന്തൊക്കെയാണോ പിണറായി വിജയൻ ഗവൺമെന്റ് ചെയ്യാത്തത് അതൊക്കെ ചെയ്തു. എന്തൊക്കെ നേട്ടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ഞങ്ങൾ വഴി ഉണ്ടായ നേട്ടമാണ്. അതായത് എന്താണോ കേരളം അല്ലാത്തത് അതാണ് കേരളം എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക. അതിനുവേണ്ടി 20,000 കോടി മാറ്റിവെച്ചിരിക്കുകയാണ് ഈ PR വർക്കിന്. ഈ നവകേരള സർവേക്ക് വേണ്ടിയിട്ട് 20,000 കോടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ തരത്തിൽ PR വർക്ക് ചെയ്തല്ല ഒരു ഡെമോക്രസിയിൽ ഒരു ഗവൺമെന്റ് ഭരണത്തിൽ വരേണ്ടത്. കേരളത്തിലെ ആരോഗ്യരംഗം അമേരിക്കൻ ആരോഗ്യരംഗത്തെക്കാൾ മികച്ചതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. PR വർക്കാണ് ഈ ചെയ്യുന്നത്. ഗവൺമെന്റ് ചെയ്തതും ചെയ്യാത്തതുമായ, അതായത് ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വികസനം, ആ വികസനം ആര് കൊണ്ടുവന്ന വികസനമാണെങ്കിലും, ഇപ്പൊ വിഴിഞ്ഞം വികസനം, അത് വിഴിഞ്ഞത്തിന്റെ ആ പ്രോജക്റ്റ് 2015 അത് ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് UDF ഗവൺമെന്റ് എന്തുമാത്രം വിമർശനങ്ങൾ കേട്ടു, എന്തുമാത്രം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടി വന്നു. കാരണം ഇത് അങ്ങേയറ്റം എന്താ പറയുക, കൈക്കൂലിയും മറ്റതുപോലെയുള്ള അഴിമതിയും രൂക്ഷമായിരിക്കുന്ന എത്രയോ കോടിയുടെ അഴിമതിയുടെ കണക്കുകളാണ് അന്ന്. ഇപ്പൊ മന്ത്രിപദത്തിൽ ഇരിക്കുന്നവർ തന്നെ ആ മഹാസമരങ്ങളിലൊക്കെ പങ്കെടുത്തതാണ് ആ സ്കീമിന് പകരം, അതിനെതിരായിട്ട്, വിഴിഞ്ഞം പദ്ധതിക്ക് എതിരായിട്ട്. പക്ഷെ ഇപ്പൊ വിഴിഞ്ഞം പ്രോജക്റ്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് 2019 കംപ്ലീറ്റ് ചെയ്യും എന്നാണ് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് തീരുമാനിക്കപ്പെട്ടിരുന്നത്. പക്ഷെ അത് ഇപ്പൊ 2024 കംപ്ലീറ്റ് ചെയ്ത ആദ്യത്തെ സ്റ്റേജ്. എന്നിട്ട് പോലും ആ സ്റ്റേജ് അത് എത്രയോ താമസിച്ചാണെങ്കിലും അത് പിന്നെ ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ് ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞു. അതിനെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി എന്തുമാത്രം പിന്നെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്ന, എന്തുമാത്രം എതിർപ്പുകൾ നേരിടേണ്ടി വന്ന ആ ഗവൺമെന്റ്, ആ UDF ഗവൺമെന്റിന് ആരെ പറ്റിയും ഒരു പരാമർശം പോലും ഇല്ലാതെയാണ് ആ പരിപാടികളൊക്കെ നടന്നതെന്ന് നമ്മളൊക്കെ കണ്ടതാണ്. അതുപോലെ അപ്പം ഇത് അന്നേരമൊക്കെ ഈ വിഴിഞ്ഞം പ്രോജക്റ്റിനെ പറ്റി ഇത് പിന്നെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ മാത്രം നേട്ടമാണ് എന്ന് പറഞ്ഞതുപോലെ കേരളം ഇന്ന് പറ്റിയിരിക്കുന്ന ഈ സാഹചര്യം മുഴുവൻ, ഇതുവരെയുള്ള എല്ലാ നേട്ടങ്ങളും LDF ഗവൺമെന്റ് നേട്ടങ്ങളാണ്, ഈ LDF ഗവൺമെന്റിന്റെ നേട്ടങ്ങളാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഈ സർവേക്കാർ ഉദ്ദേശിക്കുക. അപ്പൊ നമ്മുടെ മെഡിക്കൽ കോളേജുകളെ പറ്റി, മെഡിക്കൽ സിസ്റ്റത്തെ പറ്റി, കേരളത്തിലെ മെഡിക്കൽ സിസ്റ്റം അങ്ങേയറ്റം, അതായത് ഇപ്പോ ഇന്നത്തെ കാർട്ടൂൺ, മനോരമയിലെ കാർട്ടൂൺ നോക്കിയാൽ അറിയാം. മുഖ്യമന്ത്രി ദുബായിൽ ചെന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിലെ ആരോഗ്യരംഗം അമേരിക്കൻ ആരോഗ്യരംഗത്തെക്കാൾ മികച്ചതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇതാണ് ഈ പൊയ് വാക്കുകൾ പറയുന്നതിന്റെ പിന്നെ പരിണത ഫലം. അതായത് നമുക്കറിയാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. മെഡിക്കൽ സിസ്റ്റം വെന്റിലേറ്ററിലാണ്, ഊർദ്ധശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെപ്പറ്റി പറയുന്ന LDF മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇങ്ങനെയാണ് അതിനൊരു വിവരണം കൊടുക്കുന്നത്. ഈ തരത്തിൽ ട്വിസ്റ്റഡ് ആയിട്ട്, അതായത് എന്താണോ കേരളം അല്ലാത്തത് അതാണ് കേരളം എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക. അതുപോലെ എന്തൊക്കെയാണോ പിണറായി വിജയൻ ഗവൺമെന്റ് ചെയ്യാത്തത് അതൊക്കെ ചെയ്തു. എന്തൊക്കെ നേട്ടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ഞങ്ങൾ വഴി ഉണ്ടായ നേട്ടമാണ്. തീർച്ചയായിട്ടും പോയ കാലങ്ങളിലെ LDF ഗവൺമെന്റുകളൊക്കെ കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും ചെയ്തില്ലെന്ന് പറയാനല്ല, പക്ഷേ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു എന്ന് PR വർക്ക് കാണിച്ച് ആ ത്വര അത് പണ്ടില്ലായിരുന്നു ഒരു ഗവൺമെന്റിനും. അതിപ്പോഴാണ് ഈ മോദി ഗവൺമെന്റിനല്ല, നേരത്തെ മോദി ഗവൺമെന്റിന്റെ വാജ്പേയി ഗവൺമെന്റിനും ഈ രോഗം ഉണ്ടായിരുന്നു. അതാ ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞ് ഷൈൻ ചെയ്ത് ഇപ്പൊ ഇനിയും വാജ്പേയി ഗവൺമെന്റ് വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് UPA ഗവൺമെന്റ് വരുന്നത്. അപ്പോ ഈ പിന്നെ NDA ഗവൺമെന്റിന് ആ രോഗം പണ്ടേ ഉണ്ട്. അതുപോലെ തന്നെ പിണറായി വിജയൻ ഗവൺമെന്റിനും ആ രോഗം ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോ ഈ PR വർക്കുകളൊക്കെ എത്ര കോടി രൂപയാണ് PR വർക്കിന് വേണ്ടി മാത്രം, മുഖം മിനുക്കലിന് വേണ്ടി മാത്രം പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം PR വർക്കിന് വേണ്ടി ചെയ്ത പണം ജനക്ഷേമത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടില്ല. അങ്ങനെ തന്നെയാണ് ഈ PR വർക്കിന് വേണ്ടി കണ്ടമാനം ചെലവഴിച്ചാണ് ഈ ഫിസ്ക്കൽ ക്രൈസിസ് ഇത്ര രൂക്ഷമായത് എന്ന അവസ്ഥ നമുക്ക് മറക്കാൻ ഒക്കില്ല. അപ്പോൾ ഈ നവകേരള സർവേ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു കൺകിട്ട് വിധിയാണ്.
ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് വരുത്താൻ, പിന്നെ ഈ കയ്യിലിരിക്കുന്ന കുറെ, അതായത് മൊത്തം ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും കടമെടുത്തും ഒക്കെ കൂട്ടിയിരിക്കുന്ന കുറെ പണമുണ്ട്. ആ പണം കൊണ്ടുപോയി ഈ പറയപ്പെട്ട ഉറപ്പായിട്ടും വോട്ട് കിട്ടും CPM നിന്ന് ഉള്ള ആൾക്കാർക്ക് കൊടുക്കുക, ക്ഷേമ പദ്ധതികൾക്കാണ് എന്ന് പറഞ്ഞ്, അതുപോലെ ഇത് വർക്ക് ഇന്റേൺഷിപ്പിനാണെന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ വനിതകളെ ചേർത്ത് പിടിക്കാനാണെന്ന് പറഞ്ഞ്, അതുപോലെ ADS കുടുംബശ്രീകളെ ചേർത്ത് പിടിക്കാനാണെന്ന് പറഞ്ഞ്, കുടുംബശ്രീകൾക്കും ADSകൾക്ക് 1000 രൂപ വർക്കിംഗ് ഗ്രാന്റ് ആയിട്ട് പ്രതിമാസം കൊടുക്കാവുന്ന, അങ്ങനെ കുറേ ക്ഷേമ പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്, വിവരിച്ചിട്ടുണ്ട്, പുതുതായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത്തരം പദ്ധതികൾക്കൊക്കെ വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന പണം, അത് കടം കൊണ്ടതാകാം. ഉദാഹരണത്തിന് പിന്നെ കഴിഞ്ഞ 4-ാം തീയതി, അതായത് നവംബർ 4-ാം തീയതി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൗണ്ടർ വഴിയായിട്ട് 2000 കോടി കടമെടുത്തിട്ടുണ്ട്. അതുപോലെ 2000-2500 കോടി കോഓപ്പറേറ്റീവ് സംഘങ്ങളിൽ നിന്ന് കടമായിട്ട് ഗവൺമെന്റിലേക്ക് കൈമാറണം, കയ്യിലുള്ള ഫണ്ട് കൈമാറണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വിവിധ രീതികളിലാണ് ഗവൺമെന്റ് 10,000 കോടിയുടെ ക്ഷേമ പദ്ധതികളാണല്ലോ അന്ന് അനൗൺസ് ചെയ്തത്. ആ 10,000 കോടി കണ്ടെത്താൻ വേണ്ടി വിവിധ മാർഗങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു മാർഗമാണോ ശബരിമല ചെയ്തിരിക്കുന്നത് എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും ഈ തരത്തില് പണം സമാഹരിച്ച് വീണ്ടും ഭരണത്തിൽ വരാനുള്ള ഒരു കളിയാണ്, ഒരു PR വർക്കാണ്. അതിനുവേണ്ടി 20,000 കോടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ PR വർക്കിന്, ഈ നവകേരള സർവേക്ക് വേണ്ടിയിട്ട് 20,000 കോടി മാറ്റിവെച്ചിരിക്കുകയാണ്. അത് കടം മേടിച്ചോ എങ്ങനെയും ആകട്ടെ. അപ്പോ ഈ 20,000 കോടിയിൽ ഒരു പക്ഷേ ഈ 10,000 കോടി ക്ഷേമത്തിന് വേണ്ടി കൊടുക്കുന്നതും മറ്റു 10,000 കോടി ഈ റിക്രൂട്ട് ചെയ്യുന്ന സേനയാണല്ലോ ഇതിനു വേണ്ടി നടക്കുന്നത്. ഈ സേനയ്ക്ക് ശമ്പളവും പിന്നെ TA DAയും ഒക്കെ ആയിട്ട് കൊടുക്കുന്നതും ആയിരിക്കാം. എന്താണെങ്കിലും ഈ തരത്തിൽ PR വർക്ക് ചെയ്തല്ല ഒരു ഡെമോക്രസിയിൽ ഒരു ഗവൺമെന്റ് ഭരണത്തിൽ വരേണ്ടത്. ഇങ്ങനെ സർവേ നടത്തുകയല്ല, സർവേ ഇറങ്ങിപ്പോകാൻ സമയത്തല്ല സർവേ നടത്തേണ്ടത്, വരുമ്പോഴാണ് സർവേ നടത്തേണ്ടത്. ജനങ്ങൾക്ക് എന്താവശ്യമുണ്ട്, അങ്ങനെ വന്നപ്പോഴാണല്ലോ നവകേരള സദസ് നടത്തിയത്. അന്ന് കണ്ടെത്താത്ത എന്ത് കാര്യമാണ് ഇറങ്ങാൻ സമയത്ത് ഗവൺമെന്റ് കണ്ടെത്താൻ പോകുന്നത് എന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. ഏതായാലും ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലാണ്. ഈ മലയാളികൾ സാക്ഷരരായതുകൊണ്ട് മാത്രം മലയാളികൾ മിടുക്കരാകുന്നില്ല. യുക്തിസഹമായിട്ട് ചിന്തിക്കാൻ പറ്റണം. ഒരു ഗവൺമെന്റ് വരുമ്പോൾ ചെയ്യേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾ, ശരി, ഈ 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകളെ ചേർത്ത് പിടിക്കണമായിരുന്നെങ്കിൽ അവർക്ക് വന്നപ്പോഴേ 1000 രൂപ വീതം കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ അതൊക്കെ പോട്ടെ, ക്ഷേമ പെൻഷനെങ്കിലും, അതായത് നമ്മുടെ 1600 രൂപ കൊടുത്തുകൊണ്ടിരുന്നത് അത് ഇപ്പോഴാണ് 2000 ആക്കിയത്. 2500 ആക്കാമെന്നാണ് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ കാണിച്ചിരുന്നത്. അപ്പൊ അതുപോലെ വാഗ്ദാനം പാലിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ 2000 ആക്കി വർദ്ധിപ്പിച്ചു എന്നുള്ളത് നല്ലത് തന്നെയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നവർക്ക് അത്രയെങ്കിലും ആശ്വാസം ആയി എന്നതിൽ സമാധാനിക്കും. ഏതായാലും ഒരു ഗവൺമെന്റും ഫ്രീ ബീസ്, അതായത് പൊതുജനം നികുതിയായിട്ട് വരുന്ന, ഖജനാവിലേക്ക് വരുന്ന ജനങ്ങളുടെ നികുതി പണം, ആ പണം കൈയിട്ട് വാരി തോന്നിയതുപോലെ തോന്നുന്നവർക്ക് കൊടുത്ത് വീണ്ടും വീണ്ടും ഭരണത്തിലെത്തി ഇതാണ് ക്ഷേമപ്രവർത്തനം എന്ന് പറയുന്നത്, അത് ഒരു കാരണവശാലും ജനാധിപത്യമല്ല. അത് ജനാധിപത്യത്തിന്റെ വേരറുക്കലാണ്. ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കലാണ്. അങ്ങനെ LDF, അതായത് കേരളത്തിൽ വീണ്ടും മൂന്നാമതൊരു വട്ടം കൂടി ഭരണത്തിൽ ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് വീണ്ടും LDF വരണമോ ഭരണത്തിൽ എന്ന് LDFകാരും ആലോചിക്കണം, മറ്റെല്ലാവരും ആലോചിക്കണം. കാരണം ഈ കേരളം, ഈ ഇന്ത്യ ഇതുപോലെ പോകുന്നത് പതുക്കെയാണെങ്കിലും വികസനത്തിൽ മുന്നേറുന്നത് നമ്മളൊരു ഡെമോക്രസി ആയിട്ട്, ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് തുടരുന്നത് കൊണ്ടാണ്. ഇത് ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന് പറയുമ്പോൾ ഈ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ആവശ്യമുള്ള മതസഹിഷ്ണുത നമുക്കുണ്ട്. അതുപോലെ ഈ വികസനം ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ ഒരു പ്രത്യേക പാർട്ടിയിലോ ജനവിഭാഗത്തിലോ ഒതുങ്ങിക്കൂടേണ്ടതല്ല. അത് സർവർക്കും ഒരുപോലെ, അതായത് ഒരുപോലെ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റബിൾ ആയിട്ട് വിതരണം ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെ വിതരണം ചെയ്യപ്പെടുന്ന വികസനം മാത്രമാണ് ജനക്ഷേമത്തിലേക്ക്
സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക്, അതായത് ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്, മനുഷ്യ സന്തോഷ സൂചിക, മനുഷ്യ സന്തോഷ സൂചിക ഉയരണമെങ്കിൽ നാം നേടുന്ന വളർച്ച, ആ വളർച്ച അതായത് ഗ്രോത്ത്, ആ ഗ്രോത്തിനെ ജനങ്ങളിലേക്ക് ഇക്വിറ്റബിൾ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ, എല്ലാവരിലും അതിന്റെ ഗുണം എത്തുമ്പോൾ മാത്രമേ ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് PI, അത് ഗ്ലോബൽ ആയിട്ട് ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഇന്ത്യ അതിൽ 141 പൊസിഷനിലെങ്ങാണ്ടാണ് കിടക്കുന്നത്. 196 രാഷ്ട്രങ്ങളിൽ 141 142 മറ്റോ ആണ് ഇന്ത്യയുടെ ലേറ്റസ്റ്റ് സർവേ അനുസരിച്ചുള്ള പൊസിഷൻ. അങ്ങനെയല്ല വരേണ്ടത്. നാം വളരെ അതായത് 146 കോടി 39 ലക്ഷം ജനങ്ങളുള്ള ഈ രാജ്യത്ത് ഒരു സമത്വ സുന്ദരമായ രാജ്യമാക്കി മാറ്റുക അത്ര എളുപ്പമല്ല. പക്ഷേ അതിനുള്ള ശ്രമമാണ് വേണ്ടത്. ആ ശ്രമം ഫ്രീ ബീസ് കൊടുത്തല്ല, നല്ല കഠിനാധ്വാനത്തോടെ, ചിന്തയിലും കർമ്മത്തിലും കഠിനാധ്വാനികളായിട്ട് ജനം മുന്നോട്ട് പോകണം. അതായത് വികസനം എല്ലാവരിലേക്കും എത്തിപ്പെടുമ്പോൾ, എല്ലാവരുടെയും സന്തോഷകരമായ സമാധാനപരമായ ജീവിതത്തിന് അത് താങ്ങാകുമ്പോഴാണ് ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് റാങ്കിൽ നാം മെച്ചപ്പെടുക.